ഹലോ നമസ്കാരം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ വിലപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനുള്ളത് മൂവാറ്റുപുഴയിലാണ്. നമുക്ക് പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ പൂഞ്ഞാറ്, അതുപോലെ തന്നെ തൊടുപുഴ എല്ലായിടത്തുനിന്നും വരുന്നവർക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് പെരുമ്പാവൂർ ടച്ച് ചെയ്യാതെ, കാലടി ടച്ച് ചെയ്യാതെ, മറ്റൂർ ടച്ച് ചെയ്യാതെ, ഒരു ട്രാഫിക്കും ടച്ച് ചെയ്യാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴ ടൗണിലാണ്. കോട്ടയത്തു നിന്ന് ഒരുമയുള്ള ഡയറക്ഷനിലാണ് നമ്മളുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ് കണ്ടോ, നേരെ ചെല്ലുമ്പോൾ ടൗണിലൊരു സിഗ്നലാണ്. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ തൊടുപുഴയ്ക്കാണ് പോകുന്നത്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഏകദേശം കൃത്യം 1 കിലോമീറ്ററും 700 മീറ്ററും കഴിയുമ്പോൾ അടുത്തൊരു സിഗ്നൽ ജംഗ്ഷൻ നമുക്ക് കിട്ടും. ഈ പാലമൊക്കെ കയറി ഇറങ്ങണം. അത് കഴിഞ്ഞിട്ടാണ് സിഗ്നൽ ജംഗ്ഷൻ വരുന്നത് കേട്ടോ. പാലമൊക്കെ കഴിഞ്ഞ് ഗാന്ധി സ്ക്വയർ ടേണിങ്, അടുത്ത് വരുന്നത് ഇത് ഗാന്ധി സ്ക്വയർ ടേണിംഗ് ആണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതങ്കലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം, അതുപോലെ തന്നെ പെരുമ്പാവൂർ സ്ഥലത്തേക്കുള്ള ഡയറക്ഷനിലേക്കുള്ള വഴിയാണ്. ഈ സിഗ്നലിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം പോകാം. നമുക്ക് ലെഫ്റ്റ് പോകണ്ട, നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമുക്ക് ശരിക്കും പെരുമ്പാവൂർ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. ഈ സിഗ്നലിൽ നിന്ന് കൃത്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഈ സിഗ്നലിൽ നിന്ന് കൃത്യം 9 കിലോമീറ്ററും 700 മീറ്ററും കഴിയുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ട സൈൻ ബോർഡ് ഉണ്ട്. വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോഞ്ഞാശ്ശേരി എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പോഞ്ഞാശ്ശേരിക്ക് പോകേണ്ട വഴി നമ്മൾ ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 18-20 കിലോമീറ്റർ നമുക്ക് നേരെ പോകാനുണ്ട്. സ്ട്രെയിറ്റ് റോഡാണ്. ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ്, ഒന്നും പറയാനില്ല. റോഡ് കുറച്ച് വീതി കുറവാണ്, പുതിയ ടാറിങ് ആണ്, ഒരു കുഴിയിലോ ഒന്നുമില്ല, ഒരു ട്രാഫിക്കും ഇല്ല. കണ്ടോ, കപ്പേളയും കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വൃത്തിയുള്ള റോഡാണ്. ചെറിയ റോഡായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങും തിരിയാനില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആണ് വരേണ്ടത്. സ്ട്രെയിറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് വെങ്ങോല ജംഗ്ഷനാണ്. വെങ്ങോല ജംഗ്ഷനിൽ നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമുക്കിനി ശ്രദ്ധിക്കേണ്ട ഒരു സൈൻ ബോർഡ് എന്ന് പറയുന്നത് ആലുവ എന്നുള്ള സൈൻ ബോർഡ് കാണും. നമ്മൾ മറ്റൊരു സൈൻ ബോർഡ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നൊക്കെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഒരു സ്ഥലത്തും നമുക്ക് തിരിയേണ്ട ആവശ്യമേ ഇല്ല. ഇനി എല്ലാവരും നോട്ട് ചെയ്യേണ്ടത് ആലുവ സൈൻ ബോർഡാണ്. അത്യാവശ്യം ജംഗ്ഷനാണ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു വരണം. നമുക്ക് കാര്യപ്പെട്ട ട്രാഫിക്കുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരു റൂട്ടാണ്. എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ ടേണിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നമ്മൾ ആലുവ സൈൻ ബോർഡ് മാത്രം നോക്കി പോയാൽ മതി. സ്ട്രെയിറ്റ് പോകണം. സ്ട്രെയിറ്റ് പോയി ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ ഏകദേശം നമുക്ക് റൈറ്റ് തിരിയാനുണ്ട്. ഈ വഴി നേരെ പോകുമ്പോൾ നമുക്ക് ആലുവ ബോർഡ് കാണാൻ പറ്റും. ഇടതുവശത്തായിട്ട് പച്ച കളർ സൈൻ ബോർഡ് ഉണ്ട്. കണ്ടോ, ഇതൊരു വലിയ മരം കണ്ടോ, തണൽ മരമൊക്കെ കണ്ടോ. എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഇനി നേരെ ചെല്ലുമ്പോൾ തിരിയേണ്ടത് ചെറുതായിട്ടൊന്ന് ഇടത്തേക്കാണ് തിരിയേണ്ടത്. നേരെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു മെയിൻ റോഡിലേക്കാണ് നമ്മൾ ഈ ചെല്ലുന്നത്. ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം. അവിടെ ആലുവ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആ ബസ് പോകണം. കണ്ടോ, ആ വെയിറ്റ് ബസ് കണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒന്നും നേരെ പോകാനില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് തിരിയണം. കൃത്യമായിട്ട് ഓരോ പമ്പുകളും കാര്യങ്ങളും അതുപോലെ തന്നെ സൈൻ ബോർഡ് ആലുവ എല്ലാം നോക്കി കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഒരു കുഞ്ഞിന് പോലും വഴി തെറ്റൂല അത്. ഇനി നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ചെല്ലുമ്പോൾ റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ടേൺ ചെമ്പറക്കി ജംഗ്ഷനാണ്. അവിടെ നമുക്ക് റൈറ്റിലേക്ക് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുടെ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാപ്പാടം ആവുന്നൊരു വഴിയാണിത്. ഇടതുവശത്ത് പെട്രോൾ പമ്പ് ഉണ്ട് ഇൻ്റർവെലിൻ്റെ. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ എന്തെങ്കിലും കടകളോ കാര്യങ്ങളോ പമ്പുകളോ എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വഴി തെറ്റിപ്പോണ ഒരു പ്രശ്നമേ ഇല്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റൈറ്റാണ് തിരിയേണ്ടത്. ചെമ്പറക്കി ജംഗ്ഷനിൽ നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത്. തിരിയേണ്ട അവിടുത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇനി നമ്മൾ റൈറ്റ് തിരിയും ഇവിടുന്ന്. ഇനി നമ്മൾ ഈ പോകുന്ന റൂട്ട് കണ്ടോ, ഈ റോഡ് ചെന്ന് കയറുന്നൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ മൂന്നാർ റോട്ടിലേക്കാണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. ആലുവ മൂന്നാർ റോട്ടിൽ കയറിയിട്ടാണ് പിന്നെ നമുക്ക് തിരിയേണ്ടത്. പോകുന്ന വഴി എല്ലാം കാര്യങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും വേണ്ടോ, പാടത്തിൻ്റെ സൈഡിലേക്കൊക്കെ വഴി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആർക്കും വഴി തെറ്റി പോകാത്തൊരു റോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആലുവയ്ക്ക് വേണ്ട റൂട്ടാണ്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആലുവയ്ക്ക് പോകുന്ന വഴി ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ആലുവയുടെ സൈൻ ബോർഡ് വളരെ കൃത്യമായിട്ട് എല്ലായിടത്തും തന്നെ കൊടുത്തിട്ടുണ്ട്. സുഖമായിട്ട് നമുക്ക് പോകാം. നമുക്ക് വേണ്ട, ഇവിടെ നേരെ കാണുമ്പോൾ ഒരു മുസ്ലിം പള്ളിയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണ്ടേ. ഇനി നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടല്ലോ, നമുക്ക് തിരിയേണ്ടത് എന്ന് പറയുന്നത് ആലുവ മൂന്നാർ റോഡിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. ഈ വഴിയാണ്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കിനി തിരിയേണ്ടത് ലെഫ്റ്റാണ്. ലെഫ്റ്റ് തിരിയുമ്പോൾ എന്ന് പറയുന്നത് ആ റോഡ് എന്ന് വെച്ചാൽ ആലുവ മൂന്നാർ റോഡാണിത്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കും. ഇനി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട സൈൻ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവേരാണിക്കുളം അമ്പലം എന്ന് പറഞ്ഞ സൈൻ ബോർഡ് കാണും കണ്ടോ. ആ സൈൻ ബോർഡിൽ തിരുവേരാണിക്കുളം അമ്പലം എന്നുള്ള സൈൻ ബോർഡ് ഉണ്ട്. ഈ വരുന്ന ജംഗ്ഷൻ്റെ പേര് മാറമ്പള്ളി ജംഗ്ഷനാണ്. ഇനി ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. തിരുവേരാണിക്കുളം അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയാണിത് കണ്ടോ. ഒരു ചെറിയ വഴിയാണ്, വരുമ്പോൾ ഒരു മീഡിയനൊക്കെ പോലെ കാണാം. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ തിരുവേരാണിക്കുളം ടെമ്പിളിൻ്റെ വലിയൊരു ആർച്ച് പോലെ കാണാൻ പറ്റും. എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തൊരു ആർച്ചാണത് കണ്ടോ. തിരുവേരാണിക്കുളം ടെമ്പിളിൻ്റെ വലിയൊരു ആർച്ച് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് തിരുവേരാണിക്കുളം അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഒരിക്കലും നമ്മൾ ലെഫ്റ്റ് പോകരുത്, നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അവിടെ പ്രത്യേകം സൈൻ ബോർഡ് ഉണ്ട്, എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. എയർപോർട്ടിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ഇനി നേരെ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ എല്ലായിടത്തും തന്നെ എയർപോർട്ട് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ടേണിങ്ങിലും തിരിയേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോഴും എല്ലായിടത്തും നമുക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ട റോഡാണെന്ന് അറിയാൻ പറ്റും. അത്ര വലിയ മെയിൻ റോഡല്ലെങ്കിലും എല്ലാം അത്യാവശ്യം ഒരു ബ്ലോക്കും തന്നെ ഇല്ലാതെ നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലാവുന്നൊരു വഴിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഓരോരോ വലിയ വീടുകളും അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള എന്തെങ്കിലും എല്ലാ ടേണിങ്ങിലും കാണുന്ന കണ്ടോ. ഈ ടേണിങ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീടുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോ 2-3 വട്ടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വഴി തെറ്റാതെ തീർച്ചയായിട്ടും നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലാൻ പറ്റും. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ജംഗ്ഷനിൽ നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇത് പുതിയടം തെക്കേ അങ്ങാടി ജംഗ്ഷനാണ്. ഇനി നേരെ പോകുമ്പോൾ നമ്മൾ കാഞ്ഞൂർ പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാഞ്ഞൂർ പള്ളി റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. പള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്കിനി എയർപോർട്ടിലേക്ക് റോഡിലേക്ക് പോകാനുള്ളത്. ഈ പോകുന്ന വഴി എല്ലായിടത്തും തിരിയണോടത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും വഴി തെറ്റാത്ത രീതിയിൽ ആർക്കും സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഈ പുതിയടം ജംഗ്ഷനിലുള്ള ഈ വീഡിയോ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണ ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് പല മിസ്റ്റേക്കുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ റൈറ്റിൽ കാണുന്ന കാഞ്ഞൂർ പള്ളിയാണ്. നമുക്ക് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഈ റോഡെന്ന് പറഞ്ഞാൽ ചെല്ലണത് നേരെ എയർപോർട്ടിൻ്റെ ഒരു പുറകുവശത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ ലോക്കൽസുള്ള എല്ലാവർക്കും തന്നെ ഈ പരിസരത്തുള്ള എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വഴിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എയർപോർട്ടിലേക്ക്, കൊച്ചി എയർപോർട്ടിലേക്ക്, കോട്ടയം ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മൂവാറ്റുപുഴ ടച്ച് ചെയ്ത് തന്നെ എല്ലാവരും ഈ വഴിയൊന്ന് ട്രൈ ചെയ്താൽ നിനക്ക് സുഖമായിട്ട് ഒരു സ്ഥലത്തും ട്രാഫിക് ഇല്ലാതെ തന്നെ കയറി പോരാൻ പറ്റും. അപ്പോൾ നമ്മൾ കാഞ്ഞൂർ പള്ളി കഴിഞ്ഞ് ഉടനെ തന്നെ വരുമ്പോൾ തന്നെ നേരെ പോകരുത്, റൈറ്റാണ് വരുന്നത് കണ്ടോ. റൈറ്റ് എല്ലാ കട്ടിങ്ങും നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു പാലമൊക്കെ കയറി നേരെ വരണം. എല്ലാ ടേണിങ്ങും വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആർക്കും ഒരിക്കലും വഴി തെറ്റാത്തൊരു രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് എയർപോർട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഇനി എയർപോർട്ടിൻ്റെ പുറകുവശത്തേക്കാണ്, റൺവേയുടെ സൈഡിലേക്കുള്ള വഴിയിലേക്കൊക്കെ ഈ വഴി ചെന്ന് ചേരും. ഇടതുവശത്ത് ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്കുള്ള. നമ്മൾക്ക് നേരെയാണ് പോകേണ്ടത്. കണ്ടോ, ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് കണ്ടോ, പച്ച കളർ. അതിനകത്ത് എയർപോർട്ടിൽ നിന്നുള്ള വലിയ ഡയറക്ഷനിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ കൃത്യമായിട്ട് റോഡ് സൈഡിലുള്ള കടകളും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, ഈ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയൊരു ബിൽഡിംഗ്. ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി കണ്ടോ, തിരിയേണ്ട വഴിയിൽ വളരെ കൃത്യമായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്കുള്ള വഴി എന്നുള്ളത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് എയർപോർട്ടിൻ്റെ പുറകുവശത്തുള്ള റൺവേയുടെ മതിലിനോട് ചേർന്നിട്ടാണ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിൽ കാണാവുന്നതാണ്. ചെറിയ വഴികളാണ്. അപ്പോൾ എല്ലാവരും ഒരു സ്പീഡ് ലിമിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്ത് വരണം. ചെറിയ വഴിയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർപോർട്ട് അടുക്കും തോറും ചെറിയ വഴികളിൽ ഒത്തിരി വീടുകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പെട്ടെന്ന് ഓടി കളിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു സാധ്യതയുള്ള വഴിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറകുവശത്തുള്ള റൺവേയുടെ മതിലിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, കമ്പിയൊക്കെ ചുറ്റി വെച്ചിട്ടുള്ളത് കണ്ടോ. വണ്ടികളൊക്കെ പെട്ടെന്ന് കയറി വരും വളവും കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് വരുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഈ റൂട്ടിലേക്ക് വരുമ്പോൾ. വേണ്ട, ഈ വണ്ടിയൊക്കെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇത് നേരെ ചെല്ലുന്നത് ഒന്നും അറിയാനില്ല. ഇനിയിപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പരിസരത്തേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ എയർപോർട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി എല്ലായിടത്തും എയർപോർട്ടിലേക്ക് തിരിയേണ്ട എല്ലാ മെയിൻ സ്ഥലത്തും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോർഡൊന്നും കാണണ്ട, നിങ്ങൾക്കിപ്പോൾ അത് എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ കാണുക തന്നെ ചെയ്യാം. ആർക്കും പോകാവുന്ന റൂട്ട് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ഫസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാപ്പ് യൂസ് ചെയ്യണവർ, ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ വീടുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പെട്ടെന്ന് പിള്ളേരൊക്കെ റോട്ടിലേക്ക് കയറാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ നേരെ തന്നെ നമുക്ക് എങ്ങും തിരിയാനൊന്നുമില്ല. വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എയർപോർട്ട് എത്തുന്നതിന് ലെഫ്റ്റ് സൈഡിലുള്ള വലിയ ബാർ ഹോട്ടലാണിത്. കബനി എന്നാണ് പേര്. ഇവിടുത്തെ നല്ല സൂപ്പർ കിണ്ണങ്ങാച്ചി പൊറോട്ടയാണ്. സമയമുള്ളവർക്ക് അവിടെ കയറി ലൈവ് പൊറോട്ട രണ്ടെണ്ണം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. അതുപോലത്തെ ടേസ്റ്റാണ്. ഇനി നമ്മൾ ചെല്ലുന്നതാണ് കരിയാട് മറ്റൂർ റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മറ്റൂർ, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കരിയാട്, അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി. ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് നായത്തോട് ഷാപ്പുംപടി ജംഗ്ഷനാണ്. ഇതിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഏകദേശം വിചാരിക്കുന്നു. മനസ്സിലാവാത്തൊരു ഈ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന വീഡിയോ ആണ്. ഈ കാർ തന്നെ വഴിയുണ്ടോ, ഈ വഴി റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലിക്ക് പോകാം. നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് കയറുന്നത്. ടെർമിനലിൻ്റെ ആ റോഡിലേക്കാണ് കയറുന്നത്. രാത്രിയൊക്കെ വരുമ്പോൾ ഇവിടെ കടകളിലൊക്കെ വണ്ടി നിർത്തി കാണാനും കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇതിൽ വണ്ടി ഓടിക്കാനായിട്ട്. കണ്ടോ, ഇനി ലെഫ്റ്റ് കഴിഞ്ഞാൽ നേരെ കാണുന്നത് എയർപോർട്ടിന് കോമ്പൗണ്ട്, നേരെ കാണുന്നത് എയർപോർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ട് ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് റൗണ്ട് അബൌട്ടാണ്. ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഇനി അടുത്തൊരു റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന വഴി. കാണാൻ പറ്റും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ്റർനാഷണൽ ടെർമിനൽ കഴിഞ്ഞ് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി പോകുമ്പോൾ അടുത്ത റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് ഡൊമസ്റ്റിക് ടെർമിനൽ. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ വലിയ കെട്ടിടം കണ്ടോ, അതൊരു എയർപോർട്ടിൻ്റെ ഹോട്ടലാണ്. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ബൈ ബൈ.